പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനു മുൻപായി ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ, അതായത് പരിശുദ്ധാത്മാവിനെ പിതാവ് നിങ്ങൾക്ക് നൽകും എന്നാണ് യേശു പറഞ്ഞത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 യേശു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് യേശുവിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നും അത് വിശ്വാസയോഗ്യമാണെന്നും നാം വിശ്വസിക്കണം. എന്താണ് വിശ്വാസം? ഹെബ്രായർ 11:1 എന്താണ് വിശ്വാസമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ കാണപ്പെടാത്ത ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും എന്ന് നാം വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായി നാം ദാഹത്തോടെ പ്രാർത്ഥിക്കുകയും യേശുവിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. യേശു പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നാം ദാഹത്തോടെ ദൈവത്തോട് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. എന്നാൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ യുക്തി വിചാരങ്ങളാണ്. നാം എല്ലാം ബുദ്ധിയിൽ ചിന്തിക്കുന്നു. റോമ 1:22 തിരുവചനം പറയുന്നത് പോലെ ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു എന്ന്. എന്തിനേയും സംശയിക്കുന്ന സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമോ എന്ന് സംശയിക്കുന്നവരും ധാരാളം പേരുണ്ട്. നമുക്ക് മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മാവിനെ നാം നിരന്തരം പരിപോഷിപ്പിക്കുകയാണ്, ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ആ മനസ്സിൽ കിട്ടുന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ പ്രോത്സാഹനങ്ങളും അതുപോലെ കാഴ്ചപ്പാടുകളും നമുക്ക് ലഭിക്കുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ഉണ്ടാകും. എസെക്കിയേൽ 47 പ്രവാചകൻ അദൃശ്യമായ ജീവനദിയുടെ ഒഴുക്ക് കണ്ടതുപോലെ ആത്മാവിനാൽ നിറയാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.